ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവി നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജൈവ ഇന്ധനത്തിന്റെ ഉപയോഗവും ഉൽപാദനവും വർദ്ധിപ്പിച്ചാൽ ഊർജ്ജ കയറ്റുമതി രാജ്യമാകാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ഗജദിനം. ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കോയമ്പത്തൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്യും. ലോക ഗെയിംസിൽ വുഷു 52 കിലോഗ്രാം വിഭാഗത്തിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ നമ്രത ബത്ര. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി ടെലഫോൺ സംഭാഷണം നടത്തി. റഷ്യയുമായുള്ള സംഘർഷത്തിന് ഉചിതമായ പരിഹാരം കാണേണ്ടത് സംബന്ധിച്ച് ഇന്ത്യയുടെ നിലപാട് അറിയിച്ചതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാധ്യമായ എല്ലാ പിന്തുണയും നൽകി യുക്രൈനുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവി അസിം മുനീർ നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഒരു തരത്തിലുള്ള ആണവ ഭീഷണിക്കും വഴങ്ങില്ലെന്ന് ഇന്ത്യ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. ദേശീയ സുരക്ഷ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും തുടർന്നും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. വിഷയത്തിൽ കോൺഗ്രസ്, ആർജെഡി ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് കമ്മീഷൻ പറഞ്ഞു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഇന്നലെ നിരവധി സുപ്രധാന ബില്ലുകൾ പാസാക്കി. ദേശീയ കായിക ഭരണ ബിൽ 2025, ദേശീയ ഉത്തേജക മരുന്ന് വിരുദ്ധ ഭേദഗതി ബിൽ 2025 എന്നിവ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ നിയമ ഭേദഗതി ബില്ലും ആദായ നികുതി 2ാം നമ്പർ ബില്ലും ലോക്സഭ ശബ്ദ വോട്ടോടെയാണ് പാസാക്കിയത്. 2025-26 മണിപ്പൂരിന്റെ ബജറ്റ്, മണിപ്പൂർ ചരക്ക് സേവന നികുതി ഭേദഗതി ബിൽ, മണിപ്പൂരിന്റെ ധനവിഹിതം സംബന്ധിച്ച ബിൽ എന്നിവയ്ക്കും പാർലമെന്റ് അംഗീകാരം നൽകി. ജൈവ ഇന്ധനത്തിന്റെയും ഹരിത ഹൈഡ്രജന്റെയും ഉപയോഗവും ഉൽപാദനവും വർദ്ധിപ്പിച്ചാൽ ഇന്ത്യയ്ക്ക് ഊർജ്ജ കയറ്റുമതി രാജ്യമാകാൻ സാധിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ലോക ജൈവ ഇന്ധന ദിനത്തോടനുബന്ധിച്ച് പൂനെയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി കുറയ്ക്കുന്നതിലും ഗ്രാമീണ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിലും ജൈവ ഇന്ധനത്തിന് നിർണായക സ്വാധീനം ചെലുത്താനാകുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. आज हमें 85% ऑफ हमारी एनर्जी इंपोर्ट होती है और मेरा विश्वास है कि हम एनर्जी को इंपोर्ट करने वाला नहीं तो एनर्जी को एक्सपोर्ट करने वाला देश बनेंगे. आज विशेष रूप से किसानों को अच्छा भाव मिल रहा है और इसलिए इस देश के किसानों का उत्पादन अगर बढ़ाना है तो हमें बायोफ्यूल की बहुत बड़ी आवश्यकता है. आज लगभग किसानों को उनके पैसे मिल रहे हैं, शुगर इंडस्ट्री दे रही है. इसका कारण अगर कोई है तो इथेनॉल का प्रोडक्शन है. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവായ വിക്രം സാരാഭായിയുടെ ജന്മവാർഷിക ദിനം ഇന്ന്. ISROയ്ക്ക് തുടക്കമിട്ട വിക്രം സാരാഭായിയുടെ ശാസ്ത്ര മികവിനെ രാജ്യം കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ് ഇന്ന്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന് നാന്ദി കുറിച്ച് അഹമ്മദാബാദിൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി സ്ഥാപിച്ചാണ് വിക്രം സാരാഭായിയുടെ തുടക്കം. 1969 ISRO രൂപീകൃതമായപ്പോൾ ആദ്യ ചെയർമാനായും ഡോക്ടർ സാരാഭായി തന്നെയാണ്. 1966 പത്മഭൂഷണും 1972 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷണും നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 79ാമത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിനായി ആശയങ്ങൾ പങ്കിടാൻ ജനങ്ങളെ ക്ഷണിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായാണ് ചിന്തകളും ആശയങ്ങളും ക്ഷണിച്ചത്. ഇത്തവണത്തെ ഹർ ഘർ തിരങ്ക ക്യാമ്പയിനിൽ ഇതുവരെ 5 ലക്ഷത്തിലധികം യുവ വോളണ്ടിയർമാർ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ നേതാക്കൾ സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രചോദനമാണ് ക്യാമ്പയിനെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് പ്രസിദ്ധീകരിക്കും. പോലീസിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ നിർവഹിക്കും. 27 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച 12 പോലീസ് മന്ദിരങ്ങളുടെ ഉദ്ഘാടനവും 5 കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് നിർവഹിക്കുന്നത്. കർഷക ക്ഷേമം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് വിള ഇൻഷുറൻസ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ വിപുലമായ പരിഷ്കാരങ്ങൾ വരുത്തിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം രാജ്യത്തെ 35 ലക്ഷത്തിലധികം കർഷകർക്ക് 3,900 കോടി രൂപ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവാരമില്ലാത്ത വളങ്ങളുടെയും വിത്തുകളുടെയും നിർമ്മാണവും വിൽപ്പനയും തടയാൻ പുതിയ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ പരിഗണനയിലുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. जनवरी से लेके अब तक 11,000 करोड़ रुपया किसानों के खाते में डाल चुके हैं. भगवान ना करे कभी फसल बर्बाद हो, लेकिन अगर कभी ऐसी मौका आ गया तो राहत की राशि में कसर नहीं रखेंगे, क्योंकि हम जानते हैं कि फसल अगर बर्बाद होती है तो केवल फसल बर्बाद नहीं होती, किसान की जिंदगी बर्बाद होती है. इस संकट से सरकार आपको निकाल के पार ले जाएगी. രാജ്യത്തെ സ്പീക്കർമാരുടെ 2 ദിവസത്തെ സമ്മേളനം ഈ മാസം 24-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി നിയമസഭയിൽ ഉദ്ഘാടനം ചെയ്യും. വിത്തൽഭായ് പട്ടേൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറായി ചുമതലയേറ്റതിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സമ്മേളനം. വിത്തൽഭായ് പട്ടേലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള പ്രത്യേക സ്റ്റാമ്പും പരിപാടിയുടെ ഭാഗമായി പുറത്തിറക്കും. ഇന്ന് ലോക ഗജദിനം. ആനകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 12 ലോക ഗജദിനമായി ആചരിക്കുന്നത്. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം തമിഴ്നാട് വനം വകുപ്പുമായി സഹകരിച്ച് ഇന്ന് കോയമ്പത്തൂരിൽ ലോക ഗജദിനാഘോഷം സംഘടിപ്പിക്കും. കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ കാട്ടാനകളുടെ 60% ഇന്ത്യയിലാണ്. ആനത്താരകളെക്കുറിച്ചുള്ള 2023 റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് 33 ആന സംരക്ഷണ കേന്ദ്രങ്ങളും 150 ആനത്താരകളുമുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര യുവജന ദിനം. യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതിനായാണ് ഐക്യരാഷ്ട്രസഭ ഓഗസ്റ്റ് 12 യുവജന ദിനമായി ആചരിക്കുന്നത്. 2000 മുതലാണ് ദിനാചരണം ആരംഭിച്ചത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കായി പ്രാദേശിക യുവജന പ്രവർത്തനങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ചൈനയിൽ നടക്കുന്ന ലോക ഗെയിംസിൽ വുഷു 52 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ ഇന്ത്യയുടെ നമ്രത ബത്ര ഇന്ന് മത്സരിക്കും. നമ്രതയുടെ ഫൈനൽ പ്രവേശത്തോടെ വുഷു കായിക ഇനത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ ലോക ഗെയിംസ് മെഡൽ ഉറപ്പായി. പുരുഷ കോമ്പൌണ്ട് ആർച്ചറിയിൽ ഇന്ത്യയുടെ ഋഷഭ് യാദവ് ഇന്നലെ വെങ്കലം നേടി. ബാങ്കോക്കിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ-19, അണ്ടർ-22 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 80 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഋതികയ്ക്ക് സ്വർണം. ഇതോടെ അണ്ടർ-22 വിഭാഗത്തിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 13ആയി. അണ്ടർ-19 വിഭാഗത്തിൽ 3 സ്വർണം ഉൾപ്പെടെ 14 മെഡലുകളുമായി 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഡൽഹിയിൽ തെരുവു നായ്ക്കളെ ഉടനടി പിടികൂടി വന്ധ്യംകരിച്ച് സ്ഥിരമായി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീംകോടതി. രാജ്യതലസ്ഥാനത്തെ നായ്ക്കളുടെ ശല്യവും പേവിഷബാധയും നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശം. പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. തെരുവുനായ വിഷയത്തിൽ ABC ചട്ടങ്ങളെ വിമർശിക്കുന്ന ഉത്തരവാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായതെന്ന് മന്ത്രി MB രാജേഷ്. അപ്രായോഗ്യമായ ABC ചട്ടം പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അമർനാഥ് യാത്ര സുരക്ഷിതവും സുഗമവുമാക്കുന്നതിന് സുരക്ഷാ സേനകൾ വഹിക്കുന്ന പങ്കിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഈ വർഷം 4.14 ലക്ഷത്തിലധികം ഭക്തർ ദർശനം നടത്താനെത്തിയതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തീർത്ഥാടനം നടത്തുന്ന ഭക്തരെയും അദ്ദേഹം പ്രശംസിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഗാസ മുനമ്പിൽ ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള പദ്ധതികളിൽ ആശങ്ക ഉന്നയിച്ച് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ജർമ്മനി നിർത്തലാക്കി. നിലവിലെ സാഹചര്യത്തിൽ ഗാസയിൽ കൂടുതൽ സൈനിക വികസനം വൻതോതിലുള്ള സിവിലിയൻ മരണങ്ങൾക്ക് കാരണമായേക്കാമെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആണവായുധം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ കരസേനാ മേധാവി നടത്തിയ പരാമർശത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജൈവ ഇന്ധനത്തിന്റെ ഉപയോഗവും ഉൽപാദനവും വർദ്ധിപ്പിച്ചാൽ ഊർജ്ജ കയറ്റുമതി രാജ്യമാകാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇന്ന് ലോക ഗജദിനം. ദിനാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം കോയമ്പത്തൂരിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് ഉദ്ഘാടനം ചെയ്യും. ലോക ഗെയിംസിൽ വുഷു 52 കിലോഗ്രാം വിഭാഗത്തിൽ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ നമ്രത ബത്ര.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.